അവസാനം പൃഥ്വിരാജ് താഴ്മയായി പറഞ്ഞു, പോക്കിരി രാജ 3-ാം ഭാഗത്തിൽ എന്നെ വിളിക്കണം. സന്തോഷ് പണ്ഡിറ്റ് ഒരു കാര്യം ഈയടുത്ത് തുറന്നു പറഞ്ഞു. ഞാൻ കലാകാരനായത് കലയെ ഉദ്ധരിക്കാനൊന്നുമല്ല, മുടക്കുമുതൽ തിരിച്ചു കിട്ടണം, പണം ഉണ്ടാക്കാൻ തന്നെയാണെന്ന്. അതെ, എല്ലാവരുടെയും കലാ ഉദ്ധാരണം സാമ്പത്തികം തന്നെയാണ്. ജീവിക്കണ്ടേ? അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ചില സിനിമകൾ വരുമ്പോൾ ചിലർ പുറത്താകും. അങ്ങനെയാണോ പോക്കിരി രാജയുടെ 2-ാം ഭാഗം മധുരരാജയിൽ നിന്ന് പൃഥ്വിരാജ് ഔട്ടായതെന്നറിയില്ല. സിനിമ കച്ചവടമാണ്, ഭാഗ്യപരീക്ഷണമാണ്. അതിൽ ചില നടന്മാർ മതിയെന്ന് നിർമ്മാതാക്കളും സംവിധായകരും തീരുമാനിക്കും. എന്തായാലും പൃഥ്വിരാജിന് മധുരരാജയിലേക്ക് വിളി വരാത്തതിൽ നല്ല വിഷമമുണ്ട്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പോക്കിരി രാജയ്ക്കൊപ്പം തന്നെയാണ് പൃഥ്വിരാജ് സംവിധായകനായി മോഹൻലാൽ നായകനാകുന്ന ലൂസിഫർ വരുന്നത്. ലൂസിഫറിന്റെ ടീസർ ഇറങ്ങിയപ്പോൾ വൈശാഖ് പറഞ്ഞു, വിശ്വസിക്കാൻ കഴിയുന്നില്ല പൃഥ്വി, ഷോട്ടുകളെല്ലാം മാരകം. അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പൃഥ്വി കൊടുത്ത മറുപടിയാണ് വൈറലാകുന്നത്. നന്ദി സഹോദര, രാജയ്ക്കായി കാത്തിരിക്കുന്നു. 3-ാം ഭാഗത്തിൽ സൂര്യയെ വിളിക്കണം എന്നായിരുന്നു. പോക്കിരി രാജയിൽ മമ്മൂട്ടിയുടെ സഹോദരന്റെ വേഷത്തിലെത്തിയ പൃഥ്വിയുടെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു സൂര്യ. ഈ കമന്റുകൾ വന്നതോടെ ആരാധകർ അത് ഏറ്റെടുത്തു. എന്നും ഇംഗ്ലീഷിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളിട്ട പൃഥ്വിരാജ് മംഗ്ലീഷിൽ കുറിപ്പിട്ടതും ആരാധകർക്ക് പുതുമയായി. എന്തായാലും വൈശാഖ് സർ, മധുരരാജ വൻ വിജയമാകട്ടെ. അടുത്ത ഭാഗത്തിൽ എന്തായാലും പൃഥ്വിനെ എടുക്കുക. ഫിലിം കാട്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 6 ലക്ഷമായിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.